CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കേരളം വിധിയെഴുതി 16ാം കേരള നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ കനത്ത പോളിംഗ്. വോട്ടെണ്ണൽ മെയ് 4-ന്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 137-ാം നമ്പർ പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. ഗുരുവായൂരപ്പന്റെ മണ്ണിൽ ആദ്യമായി വോട്ട് രേഖപ്പെടുത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. BJPയുടെ കേരളത്തിലെ വിജയത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് അത് സർപ്രൈസ് എന്ന് മറുപടി. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ തരംഗമാണ് കാണാൻ കഴിയുന്നതെന്ന് കുന്നംകുളം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി AC മൊയ്തീൻ പറഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തെ സർക്കാരിനെ കേരള ജനത വെറുക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നും അതിന്റെ പ്രതികരണം വോട്ടായി പ്രകടമാകുമെന്നും കുന്നംകുളത്തെ UDF സ്ഥാനാർത്ഥി PT അജയ് മോഹൻ. ഇത്തവണ UDFന് അനുകൂലമായ വോട്ട് ചലനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ടെന്നും അജയ് മോഹൻ. വിജയസാധ്യത കയ്യെത്താത്ത ദൂരത്തിലല്ല എന്ന ആത്മവിശ്വാസമുണ്ടെന്ന് കുന്നംകുളത്തെ NDA സ്ഥാനാർത്ഥി KR രജിൽ. കുന്നംകുളത്ത് മാത്രമല്ല സംസ്ഥാനത്ത് തന്നെ NDA നിർണായക ശക്തിയായി മാറുമെന്നും സ്ഥാനാർത്ഥി കൂട്ടിച്ചേർത്തു. LDF നാട്ടിക നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി ഗീതാ ഗോപി ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 135-ാം നമ്പർ പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. കേരളത്തിൽ LDFന് തുടർഭരണം ഉറപ്പാണെന്നും അവർ പറഞ്ഞു. ഗുരുവായൂർ നിയോജക മണ്ഡലം തുടർച്ചയായ 5ാം തവണയും LDF വലിയ ഭൂരിപക്ഷത്തിൽ നിലനിർത്തുമെന്ന് സ്ഥാനാർത്ഥി NK അക്ബർ പറഞ്ഞു. കേരളത്തിൽ ഇടതുഭരണ തുടർച്ച ഉറപ്പാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗുരുവായൂർ നിയോജക മണ്ഡലം ഇത്തവണ UDF തിരിച്ചുപിടിക്കുമെന്ന് UDF സ്ഥാനാർത്ഥി CH റഷീദ് പറഞ്ഞു. കേരളത്തിൽ UDF തരംഗമുണ്ടാകുമെന്നും അത് ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ പ്രതിഫലിക്കുമെന്നും ഒരു മാറ്റത്തിനായി ജനം കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇക്കുറി തൃത്താലയിലെ ജനങ്ങൾ തന്നെ കൈവിടില്ലെന്നും മണ്ഡലം UDF തിരിച്ചുപിടിക്കുമെന്നും VT ബൽറാം. വീടിനടുത്തുള്ള ബൂത്തിൽ അതിരാവിലെ തന്നെ എത്തിയ അദ്ദേഹം ബൂത്തിലെ ആദ്യ വോട്ടറായാണ് വോട്ട് ചെയ്തത്. തൃശൂർ ജില്ലയിൽ 13 മണ്ഡലങ്ങളിൽ LDF മുന്നേറ്റമുണ്ടാകുമെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ പറഞ്ഞു. ഒരു മാസക്കാലം നീണ്ട പ്രചാരണത്തിനൊടുവിൽ LDFന് അനുകൂലമായ തരംഗമാണ് ആഞ്ഞടിക്കുന്നതെന്നും അബ്ദുൾ ഖാദർ പറഞ്ഞു. എല്ലാ തിരഞ്ഞെടുപ്പുകളെയും പോലെ തന്നെ ഈ ജനവിധിയും ഭാവിയെ നിർണ്ണയിക്കുന്ന പ്രധാന ഘട്ടമാണെന്ന് കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ്. പോർക്കുളം പഞ്ചായത്തിലെ 32-ാം ബൂത്തിൽ അക്കിക്കാവ് സെന്റ് മേരീസ് കോളേജിൽ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തി. കുന്നംകുളത്ത് 2 ബൂത്തുകളിൽ വോട്ടിംഗ് തടസ്സപ്പെട്ടു. ബൂത്ത് നമ്പർ 101 ബദനി ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ B ബ്ലോക്ക്, ബൂത്ത് നമ്പർ 93 തിരുത്തിക്കാട് ഭാരത് മാത LP സ്കൂളിലും യന്ത്ര തകരാർ റിപ്പോർട്ട് ചെയ്തു. പിന്നീട് തകരാർ പരിഹരിച്ചു. അക്കിക്കാവ് ആൽത്തറ സ്കൂളിലെ 49-ാം നമ്പർ ബൂത്തിൽ അരമണിക്കൂറോളം വോട്ടിംഗ് തടസ്സപ്പെട്ടു. രാവിലെ നടത്തിയ മോക്ക് പോളിംഗിൽ യന്ത്ര തകരാർ കണ്ടെങ്കിലും ഇത് പരിഹരിച്ച് വോട്ടിംഗ് പുരോഗമിക്കുന്നതിനിടയിലാണ് വീണ്ടും യന്ത്രം പണിമുടക്കിയത്. തകരാർ പരിഹരിച്ച് വീണ്ടും വോട്ടിംഗ് ആരംഭിച്ചു. വടക്കേക്കാട് ഞമനങ്ങാട് ഓൾഡ് ALP സ്കൂളിലെ വോട്ടിംഗ് മെഷീൻ തകരാറിലായി. വോട്ടിംഗ് യന്ത്രത്തിലെ 2 ബൂത്തുകളിലാണ് EVM തകരാറിലായത്. വേലൂർ തയ്യൂർ സ്കൂളിലെ 192-ാം നമ്പർ ബൂത്തിലെ വോട്ടിംഗ് യന്ത്രം തകരാറിലായതിനെ തുടർന്ന് 40 മിനിറ്റോളം വോട്ടെടുപ്പ് തടസ്സപ്പെട്ടു. 35 വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷമാണ് യന്ത്രം തകരാറിലായത്. പിന്നീട് യന്ത്ര തകരാർ പരിഹരിച്ചാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത്. വടക്കേക്കാട് പഞ്ചായത്തിലെ 82-ാം ബൂത്ത് വൈലത്തൂർ സെന്റ് ഫ്രാൻസിസ് UP സ്കൂളിലെ EVM മെഷീൻ തകരാറിലായി. 45 മിനിറ്റ് സമയമെടുത്താണ് പ്രശ്നം പരിഹരിച്ചത്. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലെ C ബ്ലോക്കിൽ 158-ാം ബൂത്തിൽ വോട്ടെടുപ്പ് ഇഴഞ്ഞു നീങ്ങുന്നതായി ആക്ഷേപം. മരത്തംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 149-ാം നമ്പർ ബൂത്തിലെ വോട്ടിംഗ് യന്ത്രം തകരാറിലായി. 153 വോട്ടുകൾ രേഖപ്പെടുത്തിയതിനു ശേഷമാണ് യന്ത്രം തകരാറിലായത്. പിന്നീട് സാങ്കേതിക പ്രശ്നം പരിഹരിച്ച് വോട്ടെടുപ്പ് പുനരാരംഭിച്ചു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 157, 159 ബൂത്തുകൾ ക്രിട്ടിക്കൽ ബൂത്തുകളാക്കി. കേന്ദ്ര സായുധ സേനയുടെ നിയന്ത്രണത്തിലാണ് വോട്ടിംഗ് നടന്നത്. കുറുമാൽ സെന്റ് ജോർജ് ദേവാലയത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് ദേവാലയത്തിൽ സ്ഥാപിച്ച വിശുദ്ധ ഗീവർഗീസിന്റെ പുതിയ രൂപത്തിന്റെയും കുരിശടിയുടെയും ആശീർവാദം നടന്നു. മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷത്തിന് വിതരണം നടത്തുന്നതിനുള്ള നേർച്ചയുടെ വെഞ്ചരിപ്പ് നടന്നു. രാവിലെ ദിവ്യബലിക്കു ശേഷം മറ്റം സെന്റ് തോമസ് ഫൊറോന സഹവികാരി ഫാദർ ജിയോവേലുക്കാരൻ കാർമ്മികനായി വെഞ്ചരിപ്പ് നടന്നു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി.
ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.